നേവി മുൻ ഓഫീസർ കൂടിയായ കമാൻഡർ രാജേഷ് രാംകുമാർ, താങ്കൾ ഈ രംഗത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേവിയുടെ കയ്യിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലി പുഴയിൽ ഇറങ്ങുവാൻ സാധിക്കുകയില്ല. അത് ആണല്ലോ ഇപ്പോഴത്തെ ഒരു തടസ്സമായി നിൽക്കുന്നത്. കാരണം ഈ ഒഴുക്ക് കൂടുതലാണ്, അത് നോട്ട്സ് കൂടുതലാണ്. 5 മുതൽ 6 വരെ നോട്ടിക്കൽ മൈൽസ് ആണ് വേഗം ഈ ഒഴുക്കുള്ളത്. അതുകൊണ്ട് പറ്റില്ല എന്ന കാര്യം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് പ്ലാൻ ബി എന്നുണ്ടല്ലോ? നേവിയുടെ സഹായമില്ലാതെ പുഴയുടെ ആഴങ്ങളിലേക്ക് പോവുക സാധ്യമാണോ അല്ലയോ ഇപ്പോൾ? താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഗുഡ് ഈവനിങ്. പ്ലാൻ ബി ഇപ്പോൾ തൽക്കാലം ദി കറൻസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് ശരിക്കും ഇറ്റ് ഇസ് ഹ്യൂമൻലി പോസിബിൾ അല്ല ഡൈവ് ചെയ്യാൻ. 2 റീസൺ. വൺ, നാവിഗേഷൻ ആക്യുറസി ഇല്ല, പൊസിഷൻ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഡൈവേഴ്സിന്. ആൻഡ് സെക്കൻഡ് തിങ്, എക്സ്ട്രീംലി ഹൈ റിസ്ക്, ഡൈവേഴ്സ് ക്യാൻ ബി സ്വെപ്റ്റ് അവേ. അപ്പൊ അത് 2 റീസൺസ് ഉണ്ട്. അപ്പൊ താഴെ പോയി കഴിഞ്ഞാൽ ഓറിയന്റേഷൻ തീരെ ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ കൂടെ വിസിബിലിറ്റിയും കുറഞ്ഞുകൊണ്ട് ഡൈവിംഗ്, ഫിസിക്കൽ ഡൈവിംഗ് ഇസ് വെർച്വലി ഇമ്പോസിബിൾ. പിന്നെ ഫിസിക്കൽ ഡൈവിംഗ് വലിയ എഫക്റ്റീവ് ആവാനും ചാൻസ് ഇല്ല. കാരണം വിസിബിലിറ്റി ഭയങ്കര കുറവാണ്, ഭയങ്കര ടർബിഡിറ്റിയാണ് ഈ വാട്ടേഴ്സിൽ. കാരണം സിൽറ്റേഷൻ, കുറെ സിൽറ്റ് ഉണ്ട്, പിന്നെ അണ്ടർ വാട്ടർ ഡെബ്രി ഉണ്ട്. അത് കാരണം ഡൈവിംഗ് ഇസ് എ വെരി ഡേഞ്ചറസ് തിങ്. സോ പ്ലാൻ ബി ഇൻ സോ ഫാർ ഇസ് ഡൈവിംഗ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ ബി വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ ടെക്നോളജി കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് പ്ലാൻ ബി ഫോർ ഡൈവിംഗ് ഇസ് ടു വെയിറ്റ് ടിൽ ദ എന്താണ് റെയിൻസ് സബ്സൈഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. മറ്റൊരു പ്ലാൻ ബിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ജില്ലാ കളക്ടർ. അതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കാര്യമായിരുന്നു. അത് എത്രമാത്രം പ്രായോഗികമാണ്? ഇങ്ങനെ അത് ഇവർക്ക് നിന്നുകൊണ്ട് തന്നെ ആങ്കർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഡൈവ് ചെയ്യുവാൻ. പക്ഷേ അവിടെയും ഒരു ഹ്യൂമൻ ലൈഫ് റിസ്ക് നിലനിൽക്കുകയാണല്ലോ. ഇപ്പോൾ തന്നെ ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കരയിൽ നിന്ന് ഏതാണ്ട് 50 മുതൽ 60 മീറ്റർ വരെ അകലെയാണ്. അതിന്റെ എക്സാക്ട് ഡെപ്ത് എന്ന് പറയുന്നത് അനുമാനിക്കാനേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ഒരു 10 മീറ്റർ വരെയെങ്കിലും ആയിരിക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഈ പ്ലാൻ ബിയുടെ ഭാഗമായിട്ടുള്ള, അത് കൺഫേം ആയിട്ടില്ല, ഇങ്ങനൊരു പാലം നിർമ്മിക്കുന്ന കാര്യം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു പോണ്ടൂൺ പോലെ ഒരു സാധനമാണ് ഒരു ഫ്ലോട്ടിംഗ് ബാർജ് എന്ന് പറയും. അതവിടെ കൊണ്ടുവരണം, അത് കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്ത് അത് മൾട്ടിപ്പിൾ പോയിന്റ്സിൽ ആങ്കർ ചെയ്യണം. അതിന് ഫസ്റ്റ് ഒരു ജനറൽ ലൊക്കേഷൻ അറിയേണ്ടി വരും, എവിടെയാ ഡൈവ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ആ പോണ്ടൂൺ ഒരു ബോട്ട് പോലത്തെ ഒരു സാധനമാണ്, ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു സാധനമാണ്. അതിന് മൾട്ടിപ്പിൾ പോയിന്റ്സിൽ ആങ്കർ ചെയ്യും വേണം. അപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് ഇത് ആങ്കറിങ് തന്നെ ഭയങ്കര ചാലഞ്ച് ആയിരിക്കും. കാരണം ഇതിന്റെ ഫ്ലോ ഓഫ് വാട്ടർ കാരണം ഭയങ്കര ചാലഞ്ച് ആയിരിക്കും. അപ്പൊ പൊസിഷനിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പൊസിഷൻ ചെയ്താലും അവിടുന്ന് ഡൈവ് ചെയ്യണമല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ. അപ്പൊ സെയിം ചാലഞ്ചസ് ആണ് അവിടെയും വരാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഫ്ലോ കുറയാണ്ട്, വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാണ്ട് പോണ്ടൂൺ, ഒരു ബാർജോ ഒരു പോണ്ടൂണോ അവിടെ കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. നേവിയുടെ സഹായമില്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ താങ്കൾ. മാത്രമല്ല ഈ രംഗത്ത് തന്നെ താങ്കൾ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്തെങ്കിലും സജഷൻസ് താങ്കൾക്കുണ്ടോ? ഞാൻ നേവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യയിൽ ഒരു US കമ്പനിയുടെ CEO ആയിരുന്നു. ഞങ്ങള് വേൾഡില് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാരിടൈം എമർജൻസി റെസ്പോൺസ് പ്രൊവൈഡേഴ്സ് ആണ്. ആൻഡ് സാൽവിച്ച് എന്ന് വെച്ചാൽ ഈ ഇങ്ങനെ കടലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കി എടുക്കാൻ പറ്റുന്ന കമ്പനിയാണ്. വേൾഡ് ഓവർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ചില സജഷൻസ്, അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യത്തില് ലൊക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ലൈക്ക് ലൊക്കേറ്റിംഗ് ദി പോസിബിൾ location of the wreck or the truck in this case. അപ്പോ നമ്മളിപ്പോ സൈഡ് സ്കാൻ ചെയ്തു, പിന്നെ അതിന്റെ കൂടെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചു എന്നാണ് എന്റെ നിഗമനം. അപ്പൊ അതിന്റെ കൂടെ ചില ടെക്നോളജീസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഒന്ന് ഒരു സംതിങ് കോൾഡ് MBES, ലൈക്ക് മൾട്ടിപ്പിൾ ബീം എക്കോ സൗണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബോട്ടം പ്രൊഫൈൽ കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ സൈഡ് സ്കാൻ സോണാർ ഒരു ബോട്ടമില് ഈ ഒരു കാണുന്ന സാധനം ഒരു മൊസൈക്ക് പോലെ കാണാൻ പറ്റും. MBES ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബോട്ടം പ്രൊഫൈൽ മുഴുവൻ 3D ഇമേജ് ചെയ്യാൻ പറ്റും.
പിന്നെ വേറെ പക്ഷെ അതിനെല്ലാം തടസ്സമായിട്ട് ഈ വലിയ മഡ് ഉണ്ടല്ലോ, ചെളി നിറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ. കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, ശക്തമായ മഴ പെയ്യുന്നു. ഇപ്പോൾ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറിന്റെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് സിസ്റ്റം അതിനേക്കാൾ ഇഫക്റ്റീവായിട്ട് എന്ത് ചെയ്യുവാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഇമേജ് കിട്ടുന്നതിന് വേണ്ടി. അപ്പോ എനിക്ക് അതിന്റെ എഫക്റ്റീവ്നെസ് അറിയില്ല. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ചില ടെക്നോളജിയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് മാഗ്നറ്റോമീറ്റർ എന്തെങ്കിലും മെറ്റാലിക് സാധനങ്ങൾ സീ ബെഡിൽ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഉപയോഗിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞുവല്ലോ, അതും സോണാർ മീറ്ററും ഉപയോഗിച്ച് കഴിഞ്ഞുവല്ലോ. അത് നേവി സോണാർ ആണല്ലോ ഉപയോഗിക്കുന്നത്. സോണാർ വേറെയാണ്, മാഗ്നറ്റോമീറ്റർ വേറെയാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ സബ് ബോട്ടം പ്രൊഫൈലർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് കുറച്ചും കൂടി ലോവർ ഫ്രീക്വൻസീസ് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ പെനിട്രേറ്റ് മോർ. അപ്പൊ എന്തെങ്കിലും ഹെവി ഓബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്തൊക്കെയായാലും ഇപ്പൊ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ, സൈഡ് സ്കാൻ സോണാർ, സബ് ബോട്ടം പ്രൊഫൈലർ, MBES, മൾട്ടി ബീം എക്കോ സൗണ്ടർ എല്ലാം ശരിക്കും ഒന്നിന് മുകളിലായിട്ട് ഉപയോഗിക്കണം. ലെയർ ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ ഗുഡ് ചാൻസ്. ഇതിന്റെ കൂടെ തെർമൽ ഇമേജിംഗ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതിന്റെ കൂടെ ശരിക്കും 2 ബാങ്കിലും മാനുവൽ സെർച്ച്. അപ്പൊ എല്ലാ എഫേർട്സും കോൺസെൻട്രേറ്റ് ചെയ്താലേ ഇത് ഒരു ഫ്രൂട്ട്ഫുൾ സെർച്ച് ആവാൻ പറ്റുള്ളൂ എന്ന് എന്റെ എക്സ്പീരിയൻസ് പറയണു. എനിക്ക് അവിടുത്തെ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡ്രോൺ കൊണ്ടുവന്നാലോ അതൊരു സബ് ബോട്ടം പ്രൊഫൈലർ കൊണ്ടുവന്നാലോ ഒരു സൈഡ് സ്കാൻ സോണാർ റൺ ചെയ്താലോ ബിക്കോസ് ഓഫ് കറൻസ് ആൻഡ് ടർബിഡിറ്റി ആൻഡ് ബാഡ് വിസിബിലിറ്റി അതൊക്കെ എഫക്റ്റ് ചെയ്യും അതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ എഫിഷ്യൻസി. അതുകൊണ്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഈ പ്രസന്റ് സിറ്റുവേഷനിൽ, ഈ പ്രസന്റ് വെതർ ആൻഡ് വിസിബിലിറ്റി കണ്ടീഷൻസ് ആൻഡ് ടർബിഡിറ്റി കണ്ടീഷൻസ് നോക്കുമ്പോൾ.